ബാലഭാസ്കറിന്റെ പ്രതിമ, ഈ പേര് തന്നെ വളരെ രസകരമായ പേരാണ്, ബാലഭാസ്കർ. എനിക്കൊന്ന് മുത്തച്ഛൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൂര്യ തേജസ്സും കൂടി ഉണ്ട് എന്ന് അമ്മ നിരൂപിച്ച് സംസ്കൃതത്തിൽ അമ്മ ചിന്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സൂര്യനെയും മുത്തച്ഛനെയും കൂടി കൂട്ടുപിടിച്ച് ഒരു പേരിട്ടതായിരിക്കണം. അതെ, അമ്മയാണ് ആ പേര് കണ്ടെത്തിയത് എനിക്ക് വേണ്ടിയിട്ട്. സംസ്കൃത അധ്യാപികയായിരുന്നു അമ്മ. അപ്പൂപ്പൻ ഞാൻ വിളിച്ച് ശീലിച്ചിട്ടുള്ളത് ഭാസ്കര പണിക്കർ. അദ്ദേഹം ഒരു നാദസ്വര വിദ്വാൻ. അതെ, എക്സാക്ട്ലി. നാദസ്വര വിദ്വാനായിട്ട് അറിയപ്പെട്ടുവെങ്കിലും അദ്ദേഹം നന്നായി ഫ്ലൂട്ട് വായിക്കുമായിരുന്നു, നന്നായി കൃതികൾ എഴുതുമായിരുന്നു, വയലിൻ വായിക്കുമായിരുന്നു, പാട്ട്. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ തമാശയും. കാരണം ഞാൻ ജനിക്കുന്ന ഒരുപാട് വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. പക്ഷേ ആ സ്വാധീനം ബാലഭാസ്കറിലുണ്ട്. എന്നും ഞങ്ങളുടെ വീട്ടിൽ എന്നും ഒരു ഭയങ്കര ഒരു വലിയൊരു സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെത്. ഉറച്ചൊരു സാന്നിധ്യമുണ്ട്, ശക്തമായൊരു സാന്നിധ്യം. കാരണം ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥകളായാലും എങ്ങനെയുള്ള എത്രയും സാത്വികനായ മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ള കഥകൾ, അദ്ദേഹത്തിന് സംഗീതത്തിനോടുള്ള ഭ്രാന്ത്, അങ്ങനെ വേണം പറയാൻ. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ലവ് ടുവേർഡ്സ് മ്യൂസിക്, അങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു ഹീറോയിസം ഉണ്ട് അദ്ദേഹത്തിനെ കുറിച്ച്. ഞങ്ങൾ കാണാത്ത മുത്തശ്ശൻ ഒരു പക്ഷേ താങ്കളുടെ മനസ്സിലെ ഏറ്റവും വലിയ ഹീറോയാണ്. തീർച്ചയായിട്ടും. നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് വയലിനൊന്ന് പിടിച്ചാലോ നമുക്ക്? ഒരുപക്ഷെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നതിനേക്കാളും സൂക്ഷിച്ചാണ് വയലിനെ ബാലു കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? ഈ സൂക്ഷ്മത ജീവിതത്തിൻ്റെ കാര്യത്തിൽ പാലിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമായിരുന്നു. ഇല്ല, ജീവിതം അത്യാവശ്യം സൂക്ഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സൂക്ഷിക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതാണ് ജീവിതം. അതുകൊണ്ട് ഈ സൂക്ഷ്മത മതി ജീവിതത്തിൻ്റെ സൂക്ഷ്മതയ്ക്ക്. അങ്ങനെയും കണക്കാക്കാം. പക്ഷെ വയലിൻ കൊണ്ട് നടക്കണമെങ്കിൽ കുറച്ച് സൂക്ഷിക്കണം നമ്മൾ, ജീവിതവും കാര്യങ്ങളൊക്കെ. ബാലഭാസ്കറിന്റെ ജീവിതരേഖയിലൂടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മുത്തശ്ശൻ്റെ ഒരു സ്വാധീനം, അതിനേക്കാൾ ഒരുപക്ഷെ പ്രകടമായി നിൽക്കുന്നത് അമ്മാവൻ്റെ ഒരു സ്വാധീനമാണ്. അമ്മാവൻ്റെ വലിയ പ്രകടമായൊരു സ്വാധീനം. അതെ, ഒരുപാട് പ്രദർശന പരതാന്ന് വേണം പറയേണ്ടി വരും. എന്താ കാരണം വെച്ചാൽ ഒരു 3 വയസ്സ് മുതൽ ബാലഭാസ്കറിനെ കടഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച അദ്ദേഹമാണ് അമ്മാവൻ ശശികുമാർ. അതെ, ഇപ്പോഴും അദ്ദേഹം താങ്കളുടെ ഒരു... ഞാൻ ഇപ്പോഴും അതേ പേടിയോടും അതേ ഭയഭക്തി ബഹുമാനങ്ങളോടും കൂടി പണ്ട് എങ്ങനെ പഠിച്ചിരുന്നോ അതേ ബഹുമാനത്തോടും ഭയത്തോടും കൂടി അദ്ദേഹത്തിന് മുമ്പിൽ ഇപ്പോഴും ഇരിക്കാറുണ്ട്. നോക്കട്ടെ, രക്തത്തിലോടുന്നത് ശാസ്ത്രീയ സംഗീതമാണ് പഠിച്ചത്. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അവയെക്കൂടാണ് വയലിൻ പഠിച്ചത്, വായ്പാട്ടും വയലിനുമൊക്കെ. ഇപ്പം നമ്മൾ പ്രശസ്തനായതും ഏൺ ചെയ്യുന്നതൊക്കെ വേറൊരു രീതിക്കുള്ള സംഗീത മാർഗമാണ്. അത് നമ്മുടെ ബുദ്ധിയുടെ വിശേഷം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ സാധകബലം കൊണ്ടാണ്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഭാവിയിൽ കുറച്ച് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനാണോ, അതോ ഇതേ ഇപ്പം ചെയ്യുന്ന പ്രവൃത്തിയുടെ എന്തെങ്കിലും മേൽക്കൊണ്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലിരിക്കുന്നതാണല്ലോ. അങ്ങനെ എന്താ മനസ്സിലിരിക്കുന്നത് എന്നുള്ള കൊള്ളാം. അമ്മാവൻ പറഞ്ഞ പോലെ തന്നെ എനിക്കെന്നും എൻ്റെ രക്തത്തിൽ ശാസ്ത്രീയ സംഗീതത്തിനോടുള്ളൊരു താല്പര്യം തന്നെ കൂടുതൽ. എന്ത് പരീക്ഷണങ്ങൾ ചെയ്താലും അതിൻ്റെയൊക്കെ ബേസ് റൂട്ട് എപ്പോഴും ക്ലാസിക്കൽ മ്യൂസിക് തന്നെയാണ്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ. അതേ എനിക്ക് പറ്റുള്ളൂ. അതാണ് അടുത്ത കാര്യം. ഞാൻ പഠിച്ചതും ശ്വസിച്ചതും ഒക്കെ അങ്ങനെ ഒരു സംഗീതമായതുകൊണ്ട് തന്നെ. അപ്പോൾ എപ്പോഴും കച്ചേരികൾ ചെയ്യേണ്ടി വരുമ്പോഴോ അമ്മാവൻ്റെ കൂടെ കച്ചേരികൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒക്കെ ഞാനിത് ശരിക്കും റിയലൈസ് ചെയ്യാറുമുണ്ട്. കാരണം നമ്മൾ എത്ര ഫ്യൂഷൻ ഷോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്, റെക്കോർഡിങ്സ് ചെയ്യുന്നുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തട്ടകത്തിലെത്തി എന്നൊരു ഫീലാണ് ശരിക്കും കച്ചേരി ചെയ്യുമ്പോൾ. ഓ യെസ്, ഐ എം ഡൂയിങ് സംതിങ്. ഞാൻ പഠിച്ചത്
അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ എനിക്ക് സ്വയം വെല്ലുവിളിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ കിട്ടും. അത് ശരിക്കും എന്നെ തന്നെ ഞാൻ പരീക്ഷിക്കുന്ന ഒരു സമയമാണത്. ശരിക്കും ഞാൻ എന്ത് പഠിച്ചിട്ടുണ്ട്, എനിക്ക് എന്താ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ശരിക്കും ചിന്തിക്കുന്ന ഒരു സമയം ഞാൻ കച്ചേരി ചെയ്യുന്ന സമയമാണ്. 12ാം വയസ്സിൽ കച്ചേരി നടത്തി. അതെ. ചെറിയ പ്രായത്തിലെ ബാലഭാസ്കർ പിച്ച വെച്ചു. ഒരുപാട് ആൾക്കാർ മടിച്ചു നിൽക്കുന്ന പ്രായത്തിലാണ് ബാലഭാസ്കർ വലിയ വലിയ ഉയരങ്ങളിലേക്ക് കയറിയത്. അമ്മാവൻ്റെ ഒരു സ്വാധീനമായിരുന്നു. തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞില്ലേ, അമ്മാവൻ, അപ്പൂപ്പൻ്റെ കഥകൾ, അമ്മാവൻ, അമ്മ, വീട്ടിലെ എല്ലാവരും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. എല്ലാവരും പാടും, വായിക്കും, വയലിൻ വായിക്കും, ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട്. കൊച്ചുമാവനൊക്കെ ഫ്ലൂട്ട് വായിക്കും. എല്ലാവരും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അത് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അതിനെ ഒരുപാട് ബഹുമാനിക്കുന്ന. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ആ വീട്ടിൽ വന്ന് ജനിച്ചത് ആക്ച്വലി. അതുകൊണ്ടാണല്ലോ എനിക്കത് കിട്ടിയത്. ആംബിയൻസ് ആണ് പ്രധാനം. തീർച്ചയായിട്ടും.